നമസ്കാരം. ചിലർ ജനിക്കുന്നത് തന്നെ ഗജകേസരി യോഗവുമായിട്ടാണ്. ആനയെ പോലെ വലിപ്പമുള്ള, മനസ്സിനെ സിംഹമാകുന്ന ബുദ്ധിയാൽ കടിഞ്ഞാണിടാൻ കഴിവുള്ളവരാണ് ഗജകേസരി യോഗത്തോടെ ജനിക്കുന്ന ആളുകൾ. ഇവർ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് കൂടി അറിയണ്ടേ? അതിൽ ആദ്യത്തെ നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും ജന്മനാ തന്നെ ലഭിക്കാനുള്ള സിദ്ധി ഇവർക്ക് ജന്മസിദ്ധമാണ്. അപാര ബുദ്ധിശക്തി ഉള്ളവരാണ് ഉത്രം നക്ഷത്രക്കാർ. ഇവർക്ക് ദീർഘായുസ്സും ഉണ്ടാകും. നല്ല പങ്കാളിയെ കിട്ടാനുള്ള ഭാഗ്യവും ഉള്ളവരാണ് ഉത്രം നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രമായി വരുന്നത് ഭരണിയാണ്. ഭാഗ്യത്തോടെ ജനിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാരും. ഇവർക്ക് ധനഭാഗ്യം, സർവ്വ ഐശ്വര്യം, സമൃദ്ധി എന്നിവ ജന്മനാ തന്നെ സിദ്ധമായിട്ടുണ്ട്. ജീവിതത്തിൽ ഏറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കും എന്നത് മറ്റൊരു കഴിവായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഭാഗ്യമായിട്ട് പറയാവുന്നതാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് മൂലമാണ്. ഉയർച്ചയും പ്രശസ്തിയും ധനവും ഒക്കെ ജന്മനാ തന്നെ സിദ്ധമായിട്ടുള്ളവരാണ് മൂലം നക്ഷത്ര ജാതർ. അടുത്തത് വിശാഖമാണ്. ഉയർച്ച, ധനാഭിവൃദ്ധി, ഐശ്വര്യം ഇതൊക്കെയും ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ളവർ തന്നെയാണ് വിശാഖം നക്ഷത്രക്കാർ. സമൂഹത്തിൽ വളരെയധികം മാന്യത നേടിയെടുക്കാനുള്ള ഭാഗ്യവും ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. മകയിരമാണ് അടുത്ത നക്ഷത്രം. ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജനിക്കുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. പൊതുസമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ, ആദരവ്, ആദരണീയമായ ഒരു പദവി അലങ്കരിക്കാനുള്ള യോഗം ഇതൊക്കെയും ജന്മസിദ്ധമായിട്ടുണ്ട് ഈ കൂട്ടർക്ക്.